നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ലഡുവാണ് നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഇവിടെ നുറുക്ക് ഗോതമ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 3 കപ്പോളം നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് തോർത്തി എടുത്തിട്ടുള്ള ഗോതമ്പാണിത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. 1 കപ്പ് എന്ന് പറയുന്നത് 1.5 കപ്പ് പാലെടുത്ത ശേഷം കുറുക്കി എടുത്തിട്ടുള്ളതാണ് 1 കപ്പ് പാല്. ഇനി നമ്മളൊരു കപ്പോളം തേങ്ങ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. തേങ്ങ ചിരകിയ ശേഷം നമ്മൾ അതിനെ മിക്സിയിലൊന്ന് ജസ്റ്റ് പൊടിച്ച് ഒന്ന് ചൂടാക്കി എടുത്തതാണ് തേങ്ങയുടെ മിക്സ്. ഇനി നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് 1 കപ്പ് എടുക്കാം. ഇനി നമ്മൾ കുറച്ച് കാഷ്നട്ടും കിസ്മിസും, 2 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു 2-3 ഏലക്ക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലഡുവിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നമ്മളതിൻ്റെ പ്രൊസീജിയറിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന നെയ്യാണെങ്കിൽ വേഗത്തിൽ ചൂടായി കിട്ടും. ഇനി അഥവാ ഫ്രിഡ്ജിലൊക്കെ നിങ്ങൾ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഉരുകി കിട്ടാനായിട്ടൊരു 2-3 മിനിറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗോതമ്പിൻ്റെ മിക്സ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് എന്തിനാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെള്ളത്തിൽ കുതിരാനിട്ട സമയത്ത് ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ലഡു പെട്ടെന്ന് ചീത്തയായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ടും അബ്സോർബ് ചെയ്ത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളതൊരു 7-8 മിനിറ്റോളം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെയ്യ് അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അധികം പ്രശ്നമില്ല. അല്ലാതെ ഉള്ള പാത്രത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുന്നത് ശരിയായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നെയ്യിലൊക്കെ കിടന്ന് അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തൊരു നല്ല മണമുണ്ട്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാം അത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി തണുത്ത ശേഷമാണ് നമുക്ക് ഇതിനെ പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു മിക്സിയുടെ കുട്ടി ജാർ എടുത്തിട്ട് നമ്മളതിനെ പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ കുറച്ചായിട്ട് അതിൽ നിന്ന് എടുത്ത ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ പൊടിക്കുന്ന സമയത്ത് ഒത്തിരി ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ പൊടിച്ചെടുത്താൽ മതി. ഒത്തിരി ഫൈനായി കഴിഞ്ഞാൽ നമ്മൾ ലഡുവിന് ഒന്നും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫീലായിരിക്കും നമുക്കുണ്ടാവുക. ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ടുള്ള എന്തെങ്കിലും കിട്ടുന്നത് രസമല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു തരത്തിലുള്ള മിക്സായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ബാക്കിയിരിക്കുന്ന ഗോതമ്പിൻ്റെ റോസ്റ്റും ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത അതേ പാത്രം തന്നെ എടുക്കാം. അതിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ആ ലഡുവിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിലോട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. ഇനി നമ്മളിവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള മുന്തിരിയും അണ്ടിപ്പരിപ്പും നമ്മൾ വറുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മളത് പിന്നീട് വറുത്ത് കൊടുത്താലും മതിയാവും. ഇവിടെ നമ്മൾ നേരത്തെ തന്നെ നെയ്യ് ഒഴിച്ചത് കൊണ്ട് ആദ്യമേ അതിനെ വറുത്ത് മാറ്റി വെച്ചാൽ ആ ജോലി എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുമല്ലോ. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ ചെയ്ത കാഷ്നട്ട് നെയ്യിൽ ഫ്രൈ ചെയ്താകുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലേ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്ത് മാറ്റുക. ഇനി അതിന് ശേഷം അതേ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് തട്ടി കൊടുക്കുക. അതൊന്ന് ആ നെയ്യിൽ യോജിക്കുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും നെയ്യ് ആഡ് ചെയ്ത് കിട്ടുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ റവ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റവ നമ്മൾ വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ആ നെയ്യിൽ ആദ്യം റവ വറുത്ത ശേഷം ഗോതമ്പിൻ്റെ നുറുക്ക് ചേർക്കാൻ ശ്രദ്ധിക്കുക. വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇനി നമ്മൾ കുക്ക് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും യോജിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത് നമ്മൾ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. അപ്പോൾ ഇവിടെ തേങ്ങ തട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്തു. അപ്പോൾ ആ പാലിൻ്റെയും ആ തേങ്ങയുടെയൊക്കെ ആ നനവിൽ ഈ ഗോതമ്പൊന്ന് കുക്കായി കിട്ടണം. അപ്പോൾ അത് നല്ല കുതിർന്ന ആ ഒരു ഫീലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഈ തേങ്ങയും ആ പാലും എത്തുന്നെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കുക്കാവാതെ കിടക്കും.
ഇനി നമ്മൾ ആ ഏലക്കയുടെ എടുത്ത് വെച്ചിരുന്നില്ലേ ആ പൊടിയും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങയും പാലും ഒന്നും എത്താതെ കിടക്കുന്നുണ്ടെങ്കിൽ കുക്കാവാതെ കിടക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്, അത് ശ്രദ്ധിക്കുക. ഇനി ഞാനിവിടെ ലഡുവിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളർ ഒരു 2 സ്പൂൺ വെള്ളത്തിൽ കലർത്തിയതാണത്. അപ്പോൾ നമ്മൾ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കാണാമല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ലഡുവിന് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുഡ് കളറൊന്നും അത്ര നല്ലതല്ല, എങ്കിലും ആ ഒരു ഭംഗിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താലും വിരോധമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തോട്ട് യോജിപ്പിക്കുന്ന രീതിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു ഈർപ്പത്തിൽ അതെല്ലാം കുക്കാവുന്നുണ്ടെന്ന് എല്ലാ വശത്തോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ പരുവം നന്നായിട്ട് മാറും. അപ്പോൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അയ്യോ നമുക്ക് ആദ്യം തോന്നും നമ്മുടെ ലഡു ഫ്ലോപ്പായി പോയോ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്കിൽ കൂടിയും ഈ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കുഴഞ്ഞ പരുവത്തിലോട്ട്, അതായത് ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലോട്ട് മാറും. അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് നമ്മൾ ലഡു ഫ്ലോപ്പായി പോയത്, ഇപ്പോൾ ഒരു വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഈർപ്പം ആ പഞ്ചസാര അലിഞ്ഞതും എല്ലാം കൂടെ കിടന്നാണ് ആ ഗോതമ്പ് നന്നായിട്ട് കുക്കാവുന്നത്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഗോതമ്പ് നന്നായിട്ട് കുക്കാവുന്നുണ്ടാവും. അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അത് കൂടി കഴിഞ്ഞ് പിന്നീട് ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി തന്നെ നമ്മൾ ആ കാഷ്നട്ടും കിസ്മിസും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രൂപത്തിലോട്ടാവുന്ന സമയത്ത് നമുക്കതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ചെറിയ ഉരുളകളാക്കി നമ്മൾ ലഡുവിൻ്റെ എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ ആ ഒരു വലിപ്പത്തിലോട്ട് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുക. കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണയോ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ പറ്റി പിടിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലോട്ട് എല്ലാം തന്നെ ആ മിക്സിനെ മാറ്റിയെടുക്കാം. ഇച്ചിരി തണുത്ത ശേഷം ബോൾസാക്കി എടുത്താൽ നമുക്ക് ആ കയ്യിൽ ചൂട് അടിക്കുന്നത് ശ്രദ്ധിക്കാനാവും. അപ്പോൾ ഈ ഒരു മിക്സ് എല്ലാം നമുക്ക് ഉരുട്ടി ബോൾസാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ലഡു എല്ലാം തന്നെയും ഇതുപോലെ ബോൾസാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നു വെച്ചാൽ നമ്മൾ ചൂട് വിട്ട് വരുന്നതനുസരിച്ച് വേണമല്ലോ നമുക്ക് ഓരോന്നിനെയും ബോൾസാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു അല്പ സമയം എടുക്കും. ക്വാണ്ടിറ്റി ഉള്ളതിനനുസരിച്ച് നമുക്ക് ടൈം കുറച്ച് കൂടുതലോ കുറവോ അങ്ങനെ മാറി മാറി വരാം. അപ്പോൾ ഈ കാണുന്ന മിക്സ് എല്ലാം തന്നെ നമ്മൾ സ്മോൾ ബോൾസാക്കി നമ്മൾ ലഡുവിൻ്റെ വലിപ്പം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉരുട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഒരു അരമണിക്കൂറോളം ഇരുന്ന് സെറ്റായ ശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനിവിടെ എല്ലാം തന്നെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അതെല്ലാമാണ് നമ്മളിതാ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ലഡുവാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. യെല്ലോ കളറുണ്ട്, നമ്മൾ കാഷ്നട്ടും റൈസിൻസും എല്ലാം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പുറത്ത് ആ റൈസിൻസ് വരുന്ന രീതിയിൽ അലങ്കരിച്ച് നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ഗോതമ്പാണ് കണ്ടൻറ്റ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.